മോദിയുടെ ഭരണം ഒരിക്കലും തെറ്റില്ല. ഇപ്പം മോദിയുടെ ഭരണം കേരളത്തിൽ കൊണ്ടുവരാൻ ഒക്കില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് വിവരമുണ്ട്. ചന്ദ്രശേഖരനെ ഒരു സുപ്രഭാതത്തിലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. ചന്ദ്രശേഖരനെ ഒന്നുകിൽ നമ്മളെ പിണറായിനെ കൈയിട്ട് വാരും. അതുപോലെ പിണറായി ഇപ്പോൾ തന്ത്രം BJP കൂടി കയ്യിലെടുക്കും. അപ്പോൾ BJP 1% വോട്ട് ആര് പിടിക്കും? പന്നിയാൻ ജയിക്കും. അടുത്ത പ്രാവശ്യം ജയിച്ചാവനില്ല മുഖ്യമന്ത്രി ആവും. അവൻ തന്നെ നിയമം കൊണ്ടൊന്നുമില്ല. 2ാം പ്രാവശ്യം മുഖ്യമന്ത്രി വേണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ പിണറായി മരുമനൊക്കെ ഏറ്റു. എന്നാൽ കോൺഗ്രസിൻ്റെ എത്ര മുഖ്യമന്ത്രി ആയിരുന്നു? അവർക്കൊക്കെ ഈ ആന്റണി നല്ലതല്ലേ? അവൻ്റെ മോൻ ചെയ്തത് തെറ്റല്ലേ? മോൻ BJP ചെയ്യും. 15 കൊല്ലമായിരുന്നു. ഇയാൾ ഈ 15 കൊല്ലത്തിൽ ഇവിടെ ജനങ്ങൾക്ക് എന്താണ് ചെയ്തിട്ടുള്ളത്? ജനങ്ങൾക്ക് എന്താണ് ചെയ്തത്? ഞാൻ ചോദിക്കുന്നു, ജനങ്ങൾക്ക് എന്താണ് ചെയ്തത്? 15 കൊല്ലാണ് ഒരു ഡൽഹിയിലിരുന്ന്. ഇയാൾ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. ആർക്കൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ പോലെയുള്ള വേല ചെയ്യുന്നെങ്കിൽ വെള്ളം കുടിക്കാം. ന്യായം പറഞ്ഞു. അന്യ സംസ്ഥാനക്കാരെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കൂലിക്കാരെ നിന്ന് പാലിഞ്ചേല കെട്ടിടത്തിൽ എന്റെ പ്രായത്തിനനുസരിച്ചാണ് എനിക്ക് കയറ്റാം. നമുക്കും പറയാനുണ്ട്. എന്താണ് പറയും ശക്തമായ നേതാവാണ് ശശി തരൂർ. അങ്ങനെ ഇപ്പോഴും ജയിക്കും. അങ്ങനെ സൂപ്പറാണ്. എങ്ങനെ കാണാൻ സൂപ്പർ എന്നാണ്? അങ്ങനെ തന്ത്രം പഠിച്ചവൻ, ശാസ്ത്രം പഠിച്ചവൻ. ഈ ശാസ്ത്രം പഠിച്ചെന്നും പറഞ്ഞ് സാധാരണക്കാരൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ യഥാർത്ഥ കോൺഗ്രസ് തരിപ്പണമാവുന്നു. കോൺഗ്രസിന്റെ യഥാർത്ഥ വ്യക്തി അറിയപ്പെടുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം കള്ളന്മാരായിപ്പോയി. ഇങ്ങനെ എന്ത് കാര്യം ഇപ്പം കോൺഗ്രസിന് ഇപ്പം ഭരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് BJPക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. BJP ആണ് ശക്തമായ ജനങ്ങൾക്ക് സഹായങ്ങൾ ഉപകാരങ്ങൾ ചെയ്യുന്നത്. BJP ആണ്. അപ്പൊ BJP ആണ് ഈ സഹായങ്ങൾ ചെയ്യുമ്പോഴേ ഇവിടുന്ന് ഒരു BJP സ്ഥാനാർത്ഥിയല്ലേ കേന്ദ്രത്തിൽ? കാര്യമുള്ളത് ജനാണല്ലേ വിധി ചെയ്യണത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴൊന്നും വരില്ല. വന്നുകൂടാന്ന് അറിഞ്ഞൂടല്ല. ഇപ്പോഴും വരാൻ സാധ്യതയില്ല. ജനങ്ങൾ വളർന്ന് വരെയാണ്. ഞാൻ ഒരിക്കലും പറയാം, ഇന്നത്തെ കാര്യം നാടോടുമ്പോൾ നടുവേ ഓടണം. മോദിയുടെ ഭരണം ഒരിക്കലും തെറ്റില്ല. ഇപ്പം മോദിയുടെ ഭരണം കേരളത്തിൽ കൊണ്ടുവരാൻ ഒക്കില്ല. കേരളത്തിൽ ജനങ്ങൾക്ക് വിവരമുണ്ട്. കേരളത്തിൽ ഇപ്പം കോൺഗ്രസ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയണം മോദിയുടെ ഭരണം കൊള്ളാം. പക്ഷെ കേരളത്തിൽ വരില്ല. കേരളത്തില് എല്ലാ സ്റ്റേറ്റിലും വരുമ്പോഴും അങ്ങേര് ഇപ്പോഴും പിന്മാറുന്നില്ലല്ലോ. ജയിച്ചല്ലേ വരുന്നുള്ളൂ. അങ്ങേര് ഒരു കർഷകർക്ക് സമരം കൊണ്ടുവന്നു. 10ഉം 500ഉം എത്രയോ പേര് ചത്തിട്ട് അങ്ങേര് കുലുങ്ങിയില്ല. എന്നാൽ കർഷകർക്ക് പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങേര് എന്തായാലും ഒരു പ്രധാനമന്ത്രിക്ക് എന്നുള്ള ഒരു കഴിവുള്ള ആൾ തന്നെ. അതിൻ്റെ അടുത്ത് അങ്ങേര് പ്രധാനമന്ത്രി ആവുകയും ചെയ്യും. പിന്നെ ഇവിടെ അവർ പറയുമ്പോഴത്തൊന്നും കൊണ്ടുപോകാൻ നോക്കൂല. അപ്പോൾ ആ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചന്ദ്രശേഖരനല്ലേ നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത്? അതെങ്ങനെ കൊടുക്കാൻ നോക്കും? ചന്ദ്രശേഖരനെ ഒരു സുപ്രഭാതത്തിലും ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. ചന്ദ്രശേഖരനെ ഒന്നുകിൽ നമ്മളെ പിണറായിനെ കൈയിട്ട് വാരും. അവനെ കൈക്കൂലി കൊടുത്ത് ഒതുക്കും. BJP ജയിക്കാൻ പാടില്ലെന്നും പറഞ്ഞു. പിണറായി അവൻ ഈഴവനാണ്. അവൻ ഈഴവ സമുദായത്തിനെ ഇളക്കി വിടുന്നു. അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈഴവ സമുദായത്തിൽ ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല, സമുദായം കൂടി പറയുന്നത്. നാടേശത്തിന് പറയുന്നതല്ല. നാടേശൻ സമൂഹമല്ല ശശിധരനെ വോട്ട് കൊടുക്കും. അത് തീർച്ചയാണ്. അങ്ങനെയൊക്കെ വലിയ ശരിക്കും ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പിണറായി ഇപ്പോൾ തന്ത്രം BJP കൂടി കയ്യിലെടുക്കും. അപ്പോൾ BJP 1% വോട്ട് ആര് പിടിക്കും? പന്നിയാൻ ജയിക്കും. പന്നിയാൻ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാളാണ് ജനങ്ങളെ വിധി ചെയ്യുന്നത്. നമുക്കിപ്പം പറയാൻ പറ്റും. 3 വട്ടം ജയിക്കുന്നതല്ലേ പറയുന്നത്. ഇവിടെ ജയിക്കുന്നത് ശശി തരൂർ തന്നെയാണ്. കറക്റ്റാണ്. നിങ്ങളുടെ വോട്ട് ശശി തരൂരിനാണ്. അതിപ്പോൾ എനിക്കിപ്പോൾ സഹതാപമുണ്ട്. ഞാനൊരു പന്നിയാൻ്റെ സൈക്കിളിൽ പോകുന്നു. 2 വർഷം MLA കരുണാകരൻ്റെ കാലത്ത് ജയിലിൽ കിടന്നു, മുട്ടയടിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്ന ഒരു ഒരു പാവപ്പെട്ട നേതാവാണ്. അപ്പോൾ ഒരു പാർലമെൻറ്റിൽ ഇരിക്കാൻ വേണ്ടി എന്നാൽ ഇരുന്ന് അവൻ്റെ ചങ്കൂറ്റമുണ്ട്, കഴിവുമുണ്ട്. 2-3 പ്രാവശ്യം. അതുകൊണ്ട് ചിലപ്പോൾ ജനങ്ങൾ തിരിച്ച് കുത്തുന്നറിഞ്ഞ് അറിയാൻ പാടില്ല. മറ്റൊരു MP ആണ്ട് കഴിവുള്ളത് അദ്ദേഹം പറഞ്ഞ പോലെ മുമ്പിരുന്ന ആളിരുന്ന് ഉറക്കം തൂങ്ങിയപ്പോഴാണ് അങ്ങേര് നഷ്ടപ്പെട്ടത്. എല്ലാവരും നാടാന്മാരെല്ലാവരും മറ്റേ അങ്ങേർക്ക് വോട്ടിട്ട് കൊടുത്തു. അങ്ങനെ പേര് മറന്നുപോയി. അങ്ങനെയായിരുന്നു ഉറക്കം തൂങ്ങി 3 തവണ തോറ്റിഞ്ഞ് വന്നു. അതിനുശേഷമാണ് ശശി തരൂർ ജയിച്ചത്. ശശി തരൂർ ആണ് പല കാര്യങ്ങൾക്കും അവന് ഈ രാഷ്ട്രീയ സമ്പത്തിന് വേണ്ട. അവന് കുടുംബ സ്വത്ത് തന്നെ എത്ര കോടിയുണ്ടെന്ന് അവനെ അറിഞ്ഞൂടാ. അവൻ എത്ര പെണ്ണ് കെട്ടി അവനെ കുളിക്കാൻ നോക്കിയാണ്. അത് അവൻ്റെ കഴിവല്ലേ? പെണ്ണിന്റെ കഴിവാണ്. അല്ല, അതിപ്പോൾ അല്ല മറുപാർട്ടിക്കാർ പൊക്കികളെന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടം എഴുതിക്കളെന്ന് പറഞ്ഞു. അവനെ ഒരു തുരുമ്പ് അനക്കാൻ പറ്റിയില്ല. ഈ പിണറായിയുടെ മോള കേസ് എന്താവും? അതിപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പിണറായി കൈക്കൂലിയില്ല, മടിക്കീശയില്ലെന്ന് പറയുന്നു. എന്ത് പറയാൻ? അടുത്ത പ്രാവശ്യം ജയിച്ചാവനില്ല മുഖ്യമന്ത്രി ആവും. അവൻ തന്നെ നിയമം കൊണ്ടൊന്നുമില്ല. 2ാം പ്രാവശ്യം മുഖ്യമന്ത്രി വേണ്ടെന്ന് പറഞ്ഞില്ല.
അപ്പോൾ ഇനി പിണറായി മരുമോനെ കയറ്റും. ഓ അത് പിണറായി പാവപ്പെട്ടവനല്ല, അവന് ഇത്ര സ്വാർത്ഥമാണെങ്കിൽ കാര്യം എന്താണ്? എന്നാൽ കോൺഗ്രസിൻ്റെ എത്ര മുഖ്യമന്ത്രിയായിരുന്നു അവർക്കൊക്കെ ഈ ആന്റണി നല്ലതല്ലേ? അവൻ്റെ മോൻ ചെയ്തത് തെറ്റല്ലേ? മോൻ BJP പോയില്ലേ? അതുപോലെ അവന് ഈ പിണറായി ആസ്തി ഇപ്പോഴത്തെ ആസ്തി ഒന്ന് നോക്കണം. അവൻ പാവപ്പെട്ട നേതാവില്ല, അവൻ ഇത്തിരി ആസ്തി ഉണ്ടാക്കാൻ എന്താണ് ചങ്കുറ്റം? അവൻ പറഞ്ഞ മടിശീലയില്ല, അവന് മടിശീലയുള്ളവനെ പേടിക്കേണ്ടി എന്നൊക്കെ പറഞ്ഞു. ഇത് അബദ്ധമല്ലേ? രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെയാണ്. പിണറായി സുന്ദാവ് നടന്നവൻ 2 തവണ മുഖ്യമന്ത്രി ആവണമെങ്കിൽ ഇതൊക്കെ യോഗം വേണം. യോഗമുള്ളവർക്ക് ഇത് പദവിയിലിരിക്കാൻ പറ്റും. എല്ലാവരും ജയിക്കില്ല എന്നൊന്നും പറഞ്ഞു.